morning all. Welcome to daily news analysis of Dakshina learnings. ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് നമുക്ക് നോക്കാം. വർക്ക്ഷോപ്പ് ഓൺ ബ്രെയിൻ സ്റ്റം ഡെത്ത് സർട്ടിഫിക്കേഷൻ, അർബനൈസേഷൻ ആൻഡ് ദ ചലഞ്ച് ഓഫ് ഐഡിയൽ ട്രാൻസിറ്റ് സൊല്യൂഷൻ, മോഡി കാർണി മീറ്റ് അറ്റ് G7 to focus on bilateral reset MEA, India marks a relative drop in gender parity, IAEA board censure Iran for not complying with nuclear obligation. ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻസ് ഹെഡ്ലൈൻസ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഓൺ ബ്രെയിൻ സ്റ്റം ഡെത്ത് സർട്ടിഫിക്കേഷൻ ആണ്. അതായത് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ, അതായത് KSOTTO ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബ്രെയിൻ സ്റ്റെപ്പ് ഡെത്ത് സർട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വർക്ക്ഷോപ്പിൻ്റെ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്താണ്, ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു സർട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതായിരുന്നു. ദെൻ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആണ്, അതായത് അപ്പനോയ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് യൂസ് ചെയ്തിട്ടാണ് ശരിക്കും ബ്രെയിൻ ഡെത്ത് സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളത് ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിംഗ് അപ്പനോയ ടെസ്റ്റിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ലീഗൽ ആസ്പെക്റ്റ് ആൻഡ് റിക്വയർഡ് ഡോക്യുമെൻറ്റേഷൻ, ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ ഫോളോ ചെയ്യേണ്ട ലീഗൽ ആസ്പെക്ട്സിനെ പറ്റിയും ഡോക്യുമെൻറ്റേഷനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കീവേഡ് പ്രിലിംസ് ബേസ് ചെയ്തിട്ടുള്ള കീവേഡ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നുള്ള ഈ ഓർഗനൈസേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. KSOTTO എന്നാണ് അതിൻ്റെ ഷോർട്ട് നെയിം എന്ന് പറയുന്നത്. ദെൻ ബ്രെയിൻ സ്റ്റെപ്പ് ഡെത്ത് സർട്ടിഫിക്കേഷൻ, ആ സർട്ടിഫിക്കേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ അപ്പനോയ ടെസ്റ്റ്, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു, എന്താണ് നമ്മുടെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളത് ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഈ അപ്പനോയ ടെസ്റ്റ് വഴിയിട്ടാണ്. ദെൻ ഓർഗൻ ഡൊണേഷൻ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളുമൊക്കെയാണ് ഓർഗൻ ഡൊണേഷനിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതാണ് മെയിനായിട്ടും എന്താണ് പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്. ദെൻ മെയിൻസ് ആസ്പെക്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ GS2 ഗവേണൻസ്, GS2 തന്നെ സോഷ്യൽ ജസ്റ്റിസും ഗവേണൻസിനും ഇതിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിലും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ ഗവേണൻസിൻ്റെ ഏരിയയിൽ വരുന്നത് ഹെൽത്ത് സെക്ടർ കപ്പാസിറ്റി ബിൽഡിങ്ങും ഓർഗൻ ഡൊണേഷൻ എക്കോസിസ്റ്റം, ഇതിനെയൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ്, ഇതിൽ എത്തിക്കൽ, ലീഗൽ ആൻഡ് പ്രൊസീജിയറൽ ആസ്പെക്റ്റ് ഓഫ് ഓർഗൻ ഡൊണേഷൻ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, ഇപ്പോൾ അപ്പനോയ ടെസ്റ്റ് എന്നുള്ള ടെക്നിക്കൽ ടേംസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് GS3 സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഭാഗത്തിലും നമ്മൾ സ്ട്രെസ് ചെയ്ത് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ സെക്കൻഡ് ന്യൂസ് വരുന്നത് അർബനൈസേഷൻ ആൻഡ് ദ ചലഞ്ച് ഓഫ് ഐഡിയൽ ട്രാൻസിറ്റ് സൊല്യൂഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അതായത് GS2 GS3 ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ന്യൂസ് സമ്മറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം വികസിത് ഭാരത് 2047, വികസിത് ഭാരത് 2047 എന്ന് പറയുന്നത് എന്താണ്, അതായത് 2047 കൂടിയിട്ട് എന്ത് ചെയ്യണം, നമുക്കൊരു ഡെവലപ്ഡ് നേഷനായിട്ട് ഇന്ത്യ മാറണം. അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് വികസിത് ഭാരത് 2047 ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ റോള് വഹിക്കുന്ന ഒരു ഏരിയ ആണ് അർബനൈസേഷൻ. അർബനൈസേഷനിൽ ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻ എന്നുള്ളൊരു സ്റ്റാറ്റസ് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 2060 കൂടിയിട്ട് ഏകദേശം 60% ഓഫ് ഇന്ത്യയിലെ റൂറൽ ഏരിയയിൽ നിന്ന് അർബനൈസേഷൻ അല്ലെങ്കിൽ അർബൻ ഏരിയയിലേക്ക് ഉള്ളൊരു ട്രാൻസിറ്റ് നടക്കും എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പം ഈ ഒരു ഷിഫ്റ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കുറേയധികം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം നമുക്ക് എന്ത് ചെയ്യേണ്ട, കുറേയധികം ചലഞ്ചസും ഈ ഒരു ട്രാൻസിറ്റ് പീരീഡിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം എന്താണ് ആ ചലഞ്ചസ് ഒക്കെ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റി ഡെവലപ്മെൻറ്റ് ഈസ് സ്ലോ കമ്പയർഡ് ടു ചൈന. അതായത് ചൈന എന്ന് പറയുന്ന രാജ്യവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സ്മാർട്ട് സിറ്റി ഡെവലപ്മെൻറ്റ് എന്താണ്, വളരെയധികം സ്ലോ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അതൊരു മെയിനായിട്ടുള്ള ഒരു ചലഞ്ചാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ അർബൻ ഏരിയാസിൽ 37% റെസിഡൻസിന് മാത്രമേ എന്തുള്ളൂ, പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ഒരു ആക്സസ് ഉള്ളൂ.
അപ്പം അതും നമുക്കിപ്പം ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. അതായത് നമുക്കറിയാം 37%, അത്ര ചെറിയൊരു സംഖ്യയാണ് അല്ലേ, 37% മാത്രമാണ് ശരിക്കും ഈ ഡയറക്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്കുള്ള ഒരു ആക്സസ് ഉള്ളത്. അതും ഈ പറഞ്ഞ നമ്മളുടെ ഡെവലപ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണെന്ന് നമുക്ക് പറയാം. അപ്പം ബ്രസീൽ ആൻഡ് ചൈന പോലെയുള്ള കൺട്രീസിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം 50% മുകളിൽ അവർക്ക് ഡയറക്റ്റ് അവരുടെ അർബനൈസേഷനിൽ ഡയറക്റ്റ് ആക്സസ് എന്തിനുണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ടിനുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബസ് ഷോർട്ടേജ്, അതായത് നമുക്ക് ശരിക്കും വേണ്ടത് ഒരു 2 lakh അർബൻ ബസ്സസ് ആണ് വേണ്ടത്. പക്ഷേ അതിൽ 35,000 മാത്രമേ ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു നമ്പർ ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എത്രത്തോളം ആ ഒരു ചേഞ്ച്, ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ബസ് നമുക്ക് വേണ്ടി വരും ഈ പറയുന്ന ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സ്മൂത്ത് ആക്കാൻ എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റൊരു ചലഞ്ചാണ് ഇത് നേരിടുന്ന ഫെയർ സെൻസിറ്റീവ് ആൻഡ് ഫേസ് ഹൈ ലാസ്റ്റ് മൈൽ കോസ്റ്റ്, അതായത് ഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് സബ്സിഡീസ് ആർ ലിമിറ്റഡ്. അപ്പം നമുക്ക് ഈ പറയുന്ന എക്സ്പെൻസിലെല്ലാം തന്നെയും ഗവൺമെൻറ് സബ്സിഡീസ് അല്ലെങ്കിൽ അത് കൊടുക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ്. സബ്സിഡീസ് വളരെ കുറച്ച് ഉള്ളതുകൊണ്ടും അതും ഒരു ചലഞ്ചായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രാൻസിഷൻ, അതായത് റൂറൽ ഏരിയാസിൽ നിന്ന് അർബനൈസേഷനിലേക്കുള്ള ഒരു ട്രാൻസിറ്റിലേക്ക് ഉള്ള ചലഞ്ചായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, റീസെൻറ്റ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. PM ഇ-ബസ് സേവ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, 10,000 അർബൻ ഇ-ബസ്സസിനെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അതാണ് PM ഇ-ബസ് സേവ എന്ന് പറയുന്ന ആ ഒരു ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് വരുന്നത് PM ഇ-ഡ്രൈവ് സ്കീം. അതിൽ ഏകദേശം 40,000 ന്യൂ ഇ-ബസ്സസിനെയും അതുപോലെ തന്നെ 1.1 lakh ഇ-റിക്ഷാസിനെയും ഈ ട്രക്സിനെയും ഈ ആംബുലൻസിനെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു സ്കീമാണ് PM ഇ-ഡ്രൈവ് സ്കീം എന്ന് പറയുന്നത്. അപ്പം PM ഇ-ബസ് സേവ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. 10,000 അർബൻ ഇ-ബസ്സസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ബട്ട് PM ഇ-ഡ്രൈവ് സ്കീമിൽ എന്താണ്, അതിനകത്ത് ഇ-ബസ്സസ് വരുന്നുണ്ട്, ഇ-റിക്ഷാസ് വരുന്നുണ്ട്, ട്രക്സ് വരുന്നുണ്ട്, ആംബുലൻസ് വരുന്നുണ്ട്. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് ഓർത്തിരിക്കുക. ഇപ്പം നമ്മൾ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ആണ് നോക്കിയത്. ഇനി ഇതിൻ്റെ കീ കൺസേൺസ് ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എന്താണെന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർ ഡിപ്പെൻഡൻസ് ഓൺ കോസ്റ്റ്ലി ഇ-ബസ്സസ്. നമ്മൾ ഓവറായിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഇ-ബസ്സസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പം ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വാല്യൂം അതുപോലെ തന്നെ ഓപ്പറേഷണൽ കോസ്റ്റും വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതൊരു കൺസേൺ ആണ്. അതുപോലെ തന്നെ ട്രാംസ് ആൻഡ് ട്രോളി ബസ്സസിനെ നെഗ്ലെക്റ്റ് ചെയ്യുന്നത്, അതായത് ഇവർക്ക് ഫിനാൻഷ്യൽ ആൻഡ് എൻവോൺമെൻറ്റൽ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ കൂടിയും ഇതിനെ നെഗ്ലെക്റ്റ് ചെയ്യുന്നതും ഇതിൻ്റെ ഒരു കൺസേൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ട്രാംസ് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് 45% പ്രോഫിറ്റബിൾ ആണ്. അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 70 years ആണ്. ദെൻ ഇ-ബസ്സസ് ആണെന്നുണ്ടെങ്കിലും 82% ലോങ് ടേം ലോസ് ഉണ്ട് ഇതിന് ഡ്യൂ ടു ഓപ്പറേഷണൽ കോസ്റ്റ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഈ ബസ്സസ് യൂസ് ചെയ്യുന്നത് വളരെയധികം കോസ്റ്റ് കൺസ്യൂമിങ് ആണ്, കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 82% ലോങ് ടേം ലോസ് എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെയധികം വലിയൊരു ലോസ് ആണ്. ദെൻ ട്രോളി ബസ്സസ് എന്ന് പറയുന്നത് മാർജിനൽ ലോസ് ആണ്, ബട്ട് ലെസ് എഫിഷ്യൻറ്റ് ദാൻ ട്രാംസ്. ഇതിൽ ചെറിയ ലോസേ വരുന്നുള്ളൂ, ബട്ട് അതെന്താണ് ട്രാംസിനെക്കാട്ടിലും ലെസ് എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ദെൻ കൊച്ചിസ് ട്രാം പ്രൊജക്ട് കുഡ് റീഡിഫൈൻ ഇന്ത്യസ് അർബൻ മൊബിലിറ്റി ലാൻഡ്സ്കേപ്പ്. അപ്പം ഈ കൊച്ചിയിലെ ട്രാം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ ലുക്കിംഗ് ഫോർവേഡ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പം ആ ഒരു ടേമും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. കൊച്ചിസ് ട്രാം പ്രൊജക്റ്റ് എന്താണെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ദെൻ പ്രിലിംസ് ആസ്പെക്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കീവേഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വികസിത് ഭാരത് 2047 എന്താണ്, അതിൽ എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് ഗവൺമെൻറ്റ്സ് ഇതുവരെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ദെൻ PM ഇ-ബസ് സേവ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. PM ഇ-ഡ്രൈവ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല. സോ PM ഇ-ബസ് സേവ എന്താണെന്നും PM ഇ-ഡ്രൈവ് എന്താണെന്നും ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ടായിരിക്കുക. ദെൻ അർബൻ ട്രാൻസ്പോർട്ട് ഗ്യാപ്പ്, അതായത് നമ്മൾ
പറഞ്ഞു 37% ഓഫ് അർബൻ റെസിഡൻസിന് മാത്രമേ ഡയറക്റ്റ്ലി എന്തുള്ളൂ, പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ആക്സസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ദെൻ ട്രാംസ് വേഴ്സസ് സീ ബസ് നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ അഡ്വാൻറ്റേജും പറഞ്ഞു ഡിസഡ്വാൻറ്റേജും പറഞ്ഞു. അപ്പോൾ അതും ഒന്ന് ഫോക്കസ് ചെയ്യുക. ദെൻ കൊച്ചി ട്രാം പ്രോജക്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിലിംസ് ആസ്പെക്ട്സിൽ നമ്മൾ നോക്കി കാണേണ്ടത്. ദെൻ മെയിൻസിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. GS 2ഉം 3ഉം ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് GS 2 അർബനൈസേഷനിൽ ചലഞ്ചസ് ഇൻ മൊബിലിറ്റി, പബ്ലിക് ട്രാൻസ്പോർട്ട് ആക്സസ്, ഈ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുക. ദെൻ GS 3ൽ ഇൻഫ്രാസ്ട്രക്ചർ, ആ ഒരു ഏരിയയും കൂടി നോക്കുക. ദെൻ എൻവോൺമെൻറ്റൽ നമ്മൾ പറഞ്ഞു, എൻവോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരിക, ട്രാൻസ്പോർട്ടേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്നുള്ളത്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജിലും കൺസേൺസിലും അതൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ എക്കണോമി, കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ GS 2ഉം GS 3ഉം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി തെറോ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുക കേട്ടോ. ദെൻ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് മോദി കാർണി മീറ്റ് അറ്റ് G7 ടു ഫോക്കസ് ഓൺ ബൈലാറ്ററൽ റീസെറ്റ് MEA. അതായത് GS 2ൽ വരുന്ന ഒരു ടോപ്പിക്കാണ്, ഇൻ്റർനാഷണൽ റിലേഷൻസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ന്യൂസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം ഇന്ത്യ കാനഡ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയധികം സ്മൂത്ത് ആയിട്ടല്ല പോകുന്നത്. അപ്പം ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് നമുക്ക് ഈ ന്യൂസിൻ്റെ സമ്മറി എന്ന് നോക്കാം. നമ്മുടെ നരേന്ദ്രമോദി കാനഡ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണിയെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് G7 സമ്മിറ്റിൽ. അത് 15th മുതൽ 17th വരെയാണ് ഈ G7 സമ്മിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഈ G7 സമ്മിറ്റ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം G7 കൺട്രീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ദെൻ അതിൽ ഒരു ഇൻവൈറ്റ് ആയിട്ടാണ് ആരെ ക്ഷണിച്ചേക്കുന്നത്, ഇന്ത്യനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. കാനഡ പ്രൈം മിനിസ്റ്ററാണ് ഇന്ത്യനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ഓപ്പർച്യൂണിറ്റി ടു റീസെറ്റ് ബൈലാറ്ററൽ ട്രൈസ്, നമ്മുടെ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ബൈലാറ്ററൽ ട്രൈസ് ഒക്കെ എന്ത് ചെയ്യാനാണ്, റീസെറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ശരിക്കും ഈ ഒരു മീറ്റിംഗ് എല്ലാവരും നോക്കി കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂസിൻ്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് മെയിനായിട്ടും മ്യൂച്വൽ സെക്യൂരിറ്റി കൺസേൺസ് ആണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അതും ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ഡിപ്ലോമാറ്റിക് മെക്കാനിസത്തിലൂടെ എങ്ങനെ നമ്മുടെ മ്യൂച്വൽ സെക്യൂരിറ്റി കൺസേൺ അഡ്രസ്സ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബൈലാറ്ററൽ റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടുള്ള മോദിയുടെ ഫസ്റ്റ് മൾട്ടിലാറ്ററൽ എൻഗേജ്മെൻ്റ് ആണിത്, G7 സമ്മിറ്റിലേക്ക് ഉള്ള ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് മൾട്ടിലാറ്ററൽ എൻഗേജ്മെൻ്റ് ആണ്, അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ദെൻ അടുത്തതാണ് ബാക്ക്ഡ്രോപ്പ് ഓഫ് സ്ട്രെയിൻഡ് റിലേഷൻസ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള റിലേഷൻസ് അത്ര സ്മൂത്ത് അല്ല ഇപ്പം എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇന്ത്യയുടെ അലിഗഡ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ കില്ലിംഗ് ഓഫ് പ്രോ കാലിസ്ഥാൻ ആക്ടിവിസ്റ്റ് ഹർദീപ് സിംഗ് നിജാർ, പുള്ളിയുടെ ആ ഒരു കില്ലിങ്ങിലുള്ള ഇന്ത്യയുടെ അലിജഡ് ഇൻവോൾവ്മെൻറ്റ് കാരണമാണ് നമ്മളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അത്ര സ്മൂത്ത് അല്ലാതാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ഈ ഒരു മീറ്റിങ്ങിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഒരു കൺസേൺ റൈസ് ചെയ്യുന്നുണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഖാലിസ്ഥാൻ സെപ്പറേറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ക്രിമിനൽ ഗ്രൂപ്പ്സും, അത് കാനഡയിൽ പ്രവർത്തിക്കുന്ന ഇവരുടെ ഒരു കൺസേണും കൂടി ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, റേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്ക് കാർണി acknowledge India's rise in global stature and affirm the importance of India's participation. അതുപോലെ തന്നെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മാർക്ക് കാർണറി അക്നോളജ് ഇന്ത്യസ് റൈസിംഗ് ഗ്ലോബൽ സ്റ്റാച്ചർ ആൻഡ് അഫേംഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യസ് പാർട്ടിസിപ്പേഷൻ ഇൻ G7 ഡയലോഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ കനേഡിയൻ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മാർക്ക് കാർണറി G7 ഡയലോഗ്സിൽ ഇന്ത്യയുടെ ഒരു പ്രസൻസ് വേണം എന്നുള്ളത് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ഡിസ്കസ് ചെയ്യാനും വീണ്ടുമുള്ള ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് സ്മൂത്തായി പോകുന്നതും ഒക്കെ എല്ലാത്തിനും വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു G7 സബ്മിറ്റിന് ശേഷം ഇന്ത്യ കാനഡ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായി പോകുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി പ്രിലിംസിൻ്റെ ആസ്പെക്ട്സിൽ എന്തൊക്കെ കീവേഡ്സ് ആണ് ഇതിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, G7 സമ്മിറ്റ് 2024-25 എവിടെ വെച്ചാണ് നടക്കുന്നത്? കാനഡയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 15 to 17 ആണ് നടക്കുന്നത്. ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ടാണ്. അപ്പോൾ അത് വളരെയധികം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്.
കാനഡ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ G7 സമ്മിറ്റ് എവിടെയാണ് ഹെൽഡ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ G7 ഏതൊക്കെ കൺട്രീസ് ഉണ്ടെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോഴത്തെ കറണ്ട് പ്രൈം മിനിസ്റ്റർ ആരാണ്? മാർക്ക് കാർണയാണ് അല്ലേ, അതും കൂടി ഓർത്തിരിക്കുക. ദെൻ ഇന്ത്യ കാനഡ ടെൻഷൻസ് എന്തൊക്കെയായിരുന്നു, എന്തുകൊണ്ടായിരുന്നു ഈ പറയുന്ന ബയലാട്രൽ റിലേഷൻസിനൊക്കെ ഒരു ബ്രേക്ക് വരാനുണ്ടായിരുന്ന കാരണം എന്തായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. ഖാലിസ്ഥാൻ ഇഷ്യൂ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് മെക്കാനിസം, ഡിപ്ലോമാറ്റിക് ചാനൽസ് അഡ്രസ്സിംഗ് സെക്യൂരിറ്റി ആൻഡ് ബയലാട്രൽ കൺസേൺ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് കാനഡ. ഈ കാര്യങ്ങളൊക്കെയാണ് കീവേഡ്സ് അല്ലെങ്കിൽ പ്രിലിംസിൻ്റെ ആസ്പെക്ട്സിൽ നമ്മൾ നോക്കേണ്ടത്. ദെൻ മെയിൻസിൻ്റെ ആസ്പെക്ട്സിലാണെങ്കിൽ എന്താണ്, GS2ഉം GS3യും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. അതായത് ഇൻ്റർനാഷണൽ റിലേഷനും ഇൻറ്റേർണൽ സെക്യൂരിറ്റിയും ഇതിൽ വരുന്നുണ്ട്. GS2ൽ വരുന്ന എന്താണ്, ബയലാട്രൽ റിലേഷൻസ്, അതായത് ഇന്ത്യ കാനഡ തമ്മിലുള്ള റിലേഷൻസ് നോക്കുക. അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് നെഗോഷിയേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. അതുപോലെ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിംഗ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്ത്യാസ് എൻഗേജ്മെൻറ്റ് ഇൻ G7 സമ്മിറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. G7 സമ്മിറ്റിലെ ഇന്ത്യയുടെ ഒരു സിഗ്നിഫിക്കൻസ് അത് വളരെയധികം നോക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി, അതായത് ഈ പറയുന്ന ഖാലിസ്ഥാൻ മൂവ്മെൻറ്റും ക്രോസ് ബോർഡർ സെക്യൂരിറ്റി കൺസേൺസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ മച്ച് എ റിലേറ്റഡ് ഡ്രോപ്പ് ഇൻ ജെൻഡർ പാരിറ്റി. അപ്പം ഇത് GS1ലും GS2ലും ഒരുപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ഇതിൻ്റെ ന്യൂസ് സമ്മറി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ജെൻഡർ ഗ്യാപ്പ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ റാങ്ക് വരുന്നത് 131 ആണ് ഔട്ട് ഓഫ് 148. ഈ നമ്പർ നിങ്ങൾ ഓർത്തിരിക്കുക, 131 ആണ് ഔട്ട് ഓഫ് 148. ദെൻ ഇതിൽ 64.1% ജെൻഡർ പാരിറ്റിയാണ് നമ്മൾ നേടിയിട്ടുള്ളത്. ബംഗ്ലാദേശിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24th റാങ്കിലേക്ക് വന്നിട്ടുണ്ട്. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് റാങ്കിങ് ബംഗ്ലാദേശിനാണ്, അതും കൂടി ഓർത്തിരിക്കുക. ഇതിൻ്റെ ഒരു ഗ്ലോബൽ ഓവർവ്യൂ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്നത് 68.8% ആയിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. അത് വളരെയധികം നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതായത് പാൻഡമിക്കിന് ശേഷം 68.8% എന്ന് പറയുന്നത് അത് വളരെ നല്ല ഒരു റേഞ്ചാണ്. പക്ഷേ നമുക്കൊരു ഫുൾ പാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനും ഇനി ഒരു 123 ഇയേഴ്സ് എവേ ആണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇനി ടോപ്പ് 5ൽ വന്നിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഐസ്ലാൻഡ്, ഫിൻലാൻഡ്, നോർവേ, UK, ന്യൂസിലൻഡ്സ് ആണ്. അപ്പോൾ ഈ ടോപ്പ് 5ഉം അതുപോലെ തന്നെ ഇന്ത്യയുടെ റാങ്കിങ്ങും നിങ്ങൾ നോക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി പ്രിലിംസിൻ്റെ ആസ്പെക്ട്സിൽ എന്തൊക്കെ കീവേഡ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് എക്കണോമിക് ഫോറം ആണ്, WEF. അതിപ്പോൾ നിങ്ങളിത് സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി ഇരിക്കുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ആദ്യം മുതൽ ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രിലിംസ് ആസ്പെക്റ്റിൽ ഏതൊക്കെ കീവേഡാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് ആരാണെന്ന് അറിഞ്ഞിരിക്കുക, വേൾഡ് എക്കണോമിക് ഫോറം ആണ്. അപ്പം വേൾഡ് എക്കണോമിക് ഫോറം വേറെ എന്തൊക്കെ റിപ്പോർട്ട്സുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടെന്നുള്ളതും കൂടി നിങ്ങൾ നോക്കുക. 2006 ഈ ഒരു റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് എഡിഷൻ നടന്നത് 2025. അപ്പോൾ അതായത് ഇപ്പം നടന്നത് 19th എഡിഷനാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ റാങ്കിങ് എത്രയാണ്? 131. ഓർത്തിരിക്കുക, 148 കൺട്രീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ള പേർപ്പസ് എന്താണ്? ജെൻഡർ ഇക്വാളിറ്റി അക്സസ് ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം നോക്കുക. ഓക്കെ, അപ്പം വേൾഡ് എക്കണോമിക് ഫോറം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ആ ഓർഗനൈസേഷൻ ഏതൊക്കെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ 4 ഡയമെൻഷൻസ് അല്ലെങ്കിൽ 4 കീ ഏരിയാസ് ആണ് ഈ ജെൻഡർ പാരിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുന്നത്. അതും നിങ്ങൾ നോക്കുക. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി, എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ്, ഹെൽത്ത് ആൻഡ് സർവൈവൽ, പൊളിറ്റിക്കൽ എംപവർമെൻറ്റ്. ഈ 4 കീ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ പ്രിലിംസിൻ്റെ ആസ്പെക്ട്സിൽ മനസ്സിലാക്കിയിരിക്കുക. ദെൻ മെയിൻസ് ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു GS1ലും GS2ലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. GS2ൽ വരുമ്പോൾ അതെന്താണ്? ഗവേണൻസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന അതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ദെൻ ഇന്ത്യൻ സൊസൈറ്റി. ഈ 2 കാര്യങ്ങളിലും റിലേറ്റ് ചെയ്തിട്ട് മെയിൻസ് ആസ്പെക്റ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം.
Okay, the last news എന്ന് പറയുന്നത് IAEA bought censures Iran for not complying with the nuclear obligation. അപ്പം ഈ ഒരു ന്യൂസ് GS2-ലും 3-ലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇന്റേണൽ റിലേഷൻസ് ഇന്റേണൽ സെക്യൂരിറ്റിനെ ബേസ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ ന്യൂസ് സമ്മറി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇറാനെ എന്ത് ചെയ്യാണ്, അവരുടെ ന്യൂക്ലിയർ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാത്തതിന് അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, സെൻഷർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ഈ ന്യൂക്ലിയർ ഒബ്ലിഗേഷൻ, അതായത് ന്യൂക്ലിയർ കൺട്രീസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ കൺട്രീസ് ഫോളോ ചെയ്യേണ്ട ചില ഒബ്ലിഗേഷൻസും കാര്യങ്ങളും ഉണ്ട്. അത് പ്രോപ്പറായിട്ടല്ല ഇറാൻ ഫോളോ ചെയ്തത്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസായിരുന്നു ഇത്. അപ്പം ഇത് ഒരു ന്യൂ യുറാനിയം എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി ഒരു സെക്യൂർ ലൊക്കേഷനിൽ ഇറാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന ടെൻഷൻസും കാര്യങ്ങളുമൊക്കെയാണ് ഈ ഒരു ന്യൂസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിന് എതിരെ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ട്. 19 IAEA ബോർഡ് മെമ്പേഴ്സ് ചേർന്നിട്ടാണ് ഈ റെസൊല്യൂഷൻസ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ റെസൊല്യൂഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് USA-യും UK-യും ഫ്രാൻസ് ആൻഡ് ജർമ്മനിയുമാണ്. അത് ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്നുള്ള ഒരു ടെൻഷൻ, റൈസിങ് ടെൻഷനെ ബേസ് ചെയ്തിട്ടാണ് US, UK, ഫ്രാൻസ് ആൻഡ് ജർമ്മനി ഈ പറഞ്ഞ റെസൊല്യൂഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതായത് ജെറുസലേമിലുള്ള US എംബസി അവരുടെ സ്റ്റാഫിൻ്റെ മൂവ്മെൻറ്റ്സിനെയും കാര്യങ്ങളുമൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഹൈ സെക്യൂരിറ്റി റിസ്ക്, ആ ഒരു റീജിയനുള്ള ഹൈ സെക്യൂരിറ്റി റിസ്ക് കാരണമാണ്. അപ്പോൾ ഈ ഒരു മെയിനായിട്ടും ഈ ഒരു ന്യൂസിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണ് ന്യൂക്ലിയർ ഒബ്ലിഗേഷൻസ് ഓരോ കൺട്രീസും ഫോളോ ചെയ്യേണ്ടത്, അതിൽ നിന്നൊരു ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ടെൻഷൻസ് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയുമാണ് ആ ഒരു ന്യൂസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ പ്രിലിംസിൻ്റെ ആസ്പെക്ട്സിൽ നമ്മൾ നോക്കേണ്ട കീവേഡ്സ്: ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഈ ഏജൻസിയുടെ ഇമ്പോർട്ടൻസ് നോക്കുക. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1957-ലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് വിയന്ന, ഓസ്ട്രിയയിലാണ്. ഓക്കെ, ദെൻ ഇത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പേരൻറ്റ് ബോഡിയാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. പിന്നെ ഇതിനകത്തുള്ള കൺട്രീസിൻ്റെ കാര്യങ്ങളുമൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ദെൻ യുറാനിയം എൻറിച്ച്മെൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ദെൻ UN സാങ്ഷൻസ്, അതായത് UN ബൈൻഡിങ് ഡിസിഷൻസ് ബൈ ദ UN സെക്യൂരിറ്റി കൗൺസിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ബൈൻഡിങ് ആണോ, എന്തൊക്കെ ബൈൻഡിങ് ഡിസിഷൻസ് ഉണ്ട്, ബൈൻഡിങ് അല്ലാത്ത എന്തൊക്കെ ഡിസിഷൻസ് ആണുള്ളത് എന്നുള്ളതും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്: എക്കണോമിക്, മിലിറ്ററി or ഡിപ്ലോമാറ്റിക് റെസ്ട്രിക്ഷൻസ് ടു മെയിൻറ്റെയിൻ ഓർ റീസ്റ്റോർ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെയാണ് പ്രിലിംസിൻ്റെ ആസ്പെക്ട്സിൽ അല്ലെങ്കിൽ കീവേഡ്സ് ആയിട്ട് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. ദെൻ യുറാനിയം എൻറിച്ച്മെൻറ്റ്, UN സാങ്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പം മെയിൻസിൻ്റെ ആസ്പെക്ട്സിൽ GS പേപ്പർ 2-ൽ ഇൻ്റർനാഷണൽ റിലേഷനെ ബേസ് ചെയ്തിട്ട് വരുന്നത് ബൈലാട്രൽ റിലേഷൻസ്, റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ് ആൻഡ് എഗ്രിമെൻറ്റ്സ്, ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ റോൾ ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ IAEA-യും അതുപോലെ തന്നെ UN റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇത് ഇൻറ്റേർണൽ സെക്യൂരിറ്റിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടിയിട്ട് നമ്മൾ നോക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ മെയിനായിട്ടും ന്യൂസ് അനാലിസിസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. താങ്ക് യു.